ഹലോ, ഇതെന്താണെന്നറിയോ? കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ കാര്യം പിടികിട്ടും. കണ്ടാലറിയാത്തൻ കൊണ്ടാലറിയുന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അതേപോലെ ഇനി ഈ ഒരു ചെടി, ഒരുപാട് മുള്ളുകളുള്ള ഒരു ചെടി, പൈനാപ്പിളാണിത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിക്കുന്ന പൈനാപ്പിള്. അത് മഞ്ഞ കളറിൽ, ചുവപ്പ് കളറിൽ അങ്ങനെയൊക്കെ മാർക്കറ്റിൽ കാണാറുണ്ട് കഴിക്കുന്ന പൈനാപ്പിള്. ഇത് കഴിക്കുന്ന പൈനാപ്പിളല്ല, ഇതൊരു ഓർണമെൻ്റൽ ചെടീന്. കണ്ട, ഇതിൽ കുഞ്ഞൻ പൈനാപ്പിൾ വന്ന് തലപൊക്കി നിൽക്കുന്നത്, നമ്മളെ നോക്കി നിൽക്കണ പോലെയുണ്ട് ഇതിൻ്റെ ഒരു നിപ്പ്. എന്താ ഒരു സ്റ്റൈലിൽ മൂപ്പരെ നിപ്പ് നോക്കിയേ. ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മുള്ളുകളുണ്ട് ഈ ഒരു ചെടിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് തോട്ടത്തിൽ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മാറ്റി വെച്ച് വളർത്താനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് മുറ്റത്ത് വെച്ചൊന്നും വളർത്താൻ പറ്റില്ല. ആള് പശകണ് കേട്ടാ. നമ്മൾ കുട്ടികൾക്ക് തന്നെയല്ല, വലിയവർക്കായാലും മൂപ്പരൊരു ഭീഷണി തന്നെയാണ്. തോട്ടത്തിൽ നമ്മൾ അധികം പോവാത്ത ഒരു കോർണർ നോക്കിയിട്ട് വേണം മൂപ്പരെ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ. അടുത്ത ചട്ടിയിൽ നോക്കിയാൽ വന്ന് നിൽക്കുന്നത്. ഇതിലൊരു ചെറിയ വൈലറ്റ് പോലത്തെ ഒരു പൂക്കൾ ഈ പൈനാപ്പിൾമ വരുന്നുണ്ട്. പൂവല്ല, ഒരു മൊട്ട് പോലെ വരുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട, പർപ്പിൾ കളറിൽ ഒരു ചെറിയൊരു മുട്ട് പോലെ ആ പൈനാപ്പിൾമ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിന് കാണാൻ നല്ല സൂപ്പർ ചെടീന് കേട്ടാ, ഓർണമെൻ്റൽ പൈനാപ്പിൾ. അപ്പോൾ ഇത് ഒരുപാട് ചട്ടിയിൽ ഞാൻ വളർത്തുന്നുണ്ട്. നല്ല ഭംഗിന്. ആരുടെയൊക്കെ കയ്യിൽ ഈ ഒരു പൈനാപ്പിൾ ചെടി ഉണ്ടെന്ന് ഒന്ന് ഇത് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യട്ടാ. എനിക്ക് കുഞ്ഞനാളെ കിട്ടിയത് ഞാൻ മൂന്നാറ് പോയപ്പോഴാണ് കിട്ടിയത്. ഇത് ഒരുപാട് ഇങ്ങനെ കുഞ്ഞ് പൈനാപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാന്റാണിത്. അടിപൊളിന് കാണാനായിട്ട്, ഒരുമിച്ച് കുറേ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്.